ഹലോ, ഇന്ന് എൻ്റെ ഒരു വാട്ടയേറ്റിനിടെ കാണാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുന്നത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. റാഗി പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ റാഗി. ഒരുപാട് നാരുകളും ധാതുക്കളും അമിനോ ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ റാഗി. റാഗിയും ചെറുപയറും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാറും ബീട്രൂട്ടും ബീൻസും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപ്പേരി, മോരിൽ നല്ല ചീനമുളകുണ്ട്, പിന്നെ ഒരു ഉണക്കമീൻ വറുത്തതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് ആ മോരും ആ ചീനമുളകൊക്കെ കൂടി കൂട്ടി കുഴച്ച് കുറച്ച് ഉപ്പേരിയും പിന്നെ ആ ഉണക്കമീനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരമായപ്പോൾ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വൈകുന്നേരത്ത് കപ്പയും ബീഫാണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ കൂടെ ഒരു കാപ്പി ഉണ്ടായിരുന്നേ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ബീഫ് കറി പോലെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഹോംലി ടേസ്റ്റ് ആയിരുന്നു. ഇത് കുറച്ച് ചെറുപ്പക്കാർ കൂടി നടത്തുന്ന ഒരു ചെറിയ കടയായിരുന്നേ. അങ്ങനെ രാത്രിയിൽ ഞാൻ കരുതി ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടത് ക്യാരറ്റ്, ബീൻസ്, സ്പ്രിംഗ് ഒനിയൻ, ക്യാബേജ്, ക്യാപ്സിക്കം. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇടുക. അങ്ങനെ നന്നായി തിളച്ചിട്ട് ഒരു 80% ഒക്കെ വേവായാൽ ഈ റൈസ് നമുക്ക് ഊറ്റിയെടുക്കാം. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതൊന്ന് ചിക്കിയെടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ആ പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് സോയാ സോസ് ആണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. പിന്നെ നമ്മളവിടെ മുട്ട ഉണ്ടാക്കി വെച്ചത് അതും അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഒനിയൻ മസ്റ്റ് ആണ് കേട്ടോ, ഇത് നല്ലൊരു ഫ്ലേവർ തരും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നൈറ്റിൽ ഞാൻ എഗ് ഫ്രൈഡ് റൈസും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.